എല്ലാവരും എ സി എന്ന് പറയുന്നത് വീടെല്ലാം വെച്ച് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമുക്ക് എ സി വെക്കാം, ഒരു അപ്ലയൻസ് സ്റ്റോറിൽ പോയി മേടിച്ചുകൊണ്ട് എ സി വെക്കാം, അത് ആ എ സിയുടെ ടെക്നീഷ്യൻ വെക്കാം എന്നുള്ളതാണ് ജനറൽ അപ്രോച്ച്. ഒരിക്കലും അത് പാടില്ല. ഇപ്പോൾ ഇലക്ട്രിക് കാറുകളുടെ ഒരു യുഗമാണ്. പുറത്ത് നമുക്ക് ചാർജിങ് സ്പോട്ട് കൊടുക്കണം, മതിലുണ്ട്, മതിലിന്റെ ലൈറ്റ് കൊടുക്കണം, ഇലക്ട്രിക്കലിന്റെ പ്രൊവിഷൻസ് കംപ്ലീറ്റ്ലി ചെയ്യണം, ബാക്ക് ബോക്സ് വെക്കണം, കോൺഡ്യൂട്ട് ഇടാനുള്ളത് ഇടണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ തേക്കാവുള്ളൂ. രണ്ടാമത് വെട്ടിപ്പൊളിക്കേണ്ട സിറ്റുവേഷൻ വരരുത്. വീടെന്ന സ്വപ്നത്തിന്റെ ടൈമാണ്. വീട് വെക്കുന്ന ആളുകൾക്കെല്ലാം നമ്മുടെ എപ്പിസോഡുകൾ ഉപകാരപ്രദമാകുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ റീസെൻ്റ്ലി പവൻ രാജിൻ്റെ ഇൻസ്റ്റാഗ്രാം ഓൺ ചെയ്തു. ക്ലോസ്ലി 2 മാസം കൊണ്ട് നമുക്ക് നല്ല റിസൾട്ടും നല്ല റെസ്പോൺസും ആണ്. നമ്മൾ പഴയ വീഡിയോസാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സാധാരണ എല്ലാ ആൾക്കാർക്കും സംശയമുള്ളൊരു ഏരിയയാണ്. ഇപ്പോൾ ഈ ഒരു സൈറ്റ്, എൻ്റെ സൈറ്റ് അൽഹംദുലില്ലാ ഇലക്ട്രിക്കൽ സ്ഥലങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ നിങ്ങൾ റൂട്ട് ചെയ്യുന്നല്ല ഇതിന് പറയണം, ചിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ പൊളിച്ച് വെച്ചേക്കാണ്. പക്ഷേ ഇതിന് മുന്നേ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. ഇതിനെക്കുറിച്ച് നമ്മൾ ഭാഗികമായി നമ്മൾ ഗീത മാഡത്തിന്റെ വീട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലും കൂടെയാണ് ഇപ്പൊ പറയുന്നത്. അതായത് ഗീത മാഡത്തിന്റെ എപ്പിസോഡുകൾ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, എന്ത് തന്നെയാണെങ്കിലും ഇലക്ട്രിക്കലിന്റെ കാര്യങ്ങൾ തീരുമാനമാകാതെ തേക്കരുത്. ഇലക്ട്രിക്കലിന്റെ പ്രൊവിഷൻസ് കംപ്ലീറ്റ്ലി ചെയ്യണം, ബാക്ക് ബോക്സ് വെക്കണം, കോൺഡ്യൂട്ട് ഇടാനുള്ളത് ഇടണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ തേക്കാവുള്ളൂ. രണ്ടാമത് വെട്ടിപ്പൊളിക്കേണ്ട സിറ്റുവേഷൻ വരരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ അഭിപ്രായപ്പെട്ടു, നമ്മുടെ ഇപ്പോൾ CCTV അല്ലെങ്കിൽ ബിൽഡിംഗ് ഓട്ടോമേഷൻ റിലേറ്റഡോ സെക്യൂരിറ്റി സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് തന്നെയാണെങ്കിലും ഇലക്ട്രിക്കലിനോടൊപ്പം തന്നെ ആലോചിച്ച് വെക്കണം എന്നും നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ജനറലി വീടുകൾ ചെയ്യുമ്പോൾ വളരെ ബ്രോഡായിട്ട് നമ്മൾ തിരിക്കാനാണെങ്കിൽ വീടുകളുടെ സൈസോ ബഡ്ജറ്റോ ഒക്കെ മൂലം നമ്മൾ ഒരു വളരെ ബ്രോഡായിട്ടാണ് പറയുന്നത്. ഇന്റീരിയർ ഡിസൈൻ വേണ്ടതും വേണ്ടാത്തതും എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ചിലർക്ക് ഇന്റീരിയർ ഡിസൈൻ വേണം, ചിലർക്ക് വേണ്ട. ചിലർക്ക് ശരിക്കും പറഞ്ഞാൽ ആകെ വാർഡ്രോബ്സും ഒരു കിച്ചനും മാത്രം മതി. പക്ഷെ ഒട്ടനവധി വീടുകൾക്കും, മെജോറിറ്റി വീടുകൾക്കും അത് പോരല്ലോ. അത് TV യൂണിറ്റ് വരണം, വാർഡ്രോബ്സിൽ വേറെ മറ്റു പല ഫീച്ചേഴ്സും വരണം, വാർഡ്രോബിന്റെ ഉള്ളിൽ വെളിച്ചം വരണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലായിടത്തും അല്ല, ഒരു ഇച്ചിരോടെ നല്ല വീടുകൾ വരുന്നിടത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റീരിയർ ഡിസൈനും കൂടെ തീരുമാനമായതിനു ശേഷം മാത്രമേ നമ്മൾ ഇലക്ട്രിക്കൽ ഫ്രീസ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഒരു ഇലക്ട്രിക്കൽ മാത്രം, നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ഇലക്ട്രിക്കൽ മാത്രം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു സ്വിച്ചിന്റെ പൊസിഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്റീരിയർ ഡിസൈൻ കഴിയുമ്പോൾ അതേ പൊസിഷനിൽ തന്നെ ഉദാഹരണത്തിന് ഒരു വാർഡ്രോബ് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഭാവിയിൽ ഇത് മാറ്റി വെക്കേണ്ടി വരും. ഇതുപോലെ തന്നെ ഓട്ടോമേഷന്റെ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് എവിടെയെങ്കിലും ഒരു CCTV വെക്കാന്ന് വിചാരിച്ചു, അത് വന്ന് കവർ ആവുന്ന പോലെ നമ്മൾ വാർഡ്രോബ് പണിയുന്ന ഒരു സിറ്റുവേഷനോ TV യൂണിറ്റ് പണിയുന്ന സിറ്റുവേഷനോ വരാം. ഇതൊക്കെ സ്ഥിരം സംഭവിക്കുന്നതാണ്. മനസ്സിലായി. അപ്പോൾ ഒരു ജനറൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഒരു പ്രോസസ് എന്നുള്ളൊരു നിലയിൽ ബിൽഡിങ്ങിന്റെ തേപ്പ് എന്ന് പറയുന്ന സംഭവം തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ ഇലക്ട്രിക്കൽ, ഓട്ടോമേഷൻ ആൻഡ് ഇന്റീരിയേഴ്സ് തീരുമാനമാക്കിയിരിക്കണം. രസകരമായ ഒരു പോയിന്റ്, ഇന്റീരിയർ തീരുമാനമാക്കുന്നതിനോടൊപ്പം തന്നെ AC-യുടെ പൊസിഷൻസും തീരുമാനമാക്കണം. എല്ലാവരും AC എന്ന് പറയുന്നത് വീടെല്ലാം വെച്ച് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമുക്ക് AC വെക്കാം, ഒരു അപ്ലയൻസ് സ്റ്റോറിൽ പോയി മേടിച്ചുകൊണ്ട് AC വെക്കാം, അത് ആ AC-യുടെ ടെക്നീഷ്യൻ വെക്കാം എന്നുള്ളതാണ് ജനറൽ അപ്രോച്ച്. ഒരിക്കലും അത് പാടില്ല. നല്ല വീടുകൾ ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യണം. ഇപ്പൊ തന്നെ അതിന്റെ പൊസിഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലേ? പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യണം, ഡ്രെയിൻ പോയിന്റ്സ് ഐഡന്റിഫൈ, അത് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് പറയാം. പക്ഷെ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും തീരുമാനമായിട്ടേ തേപ്പിലേക്ക് കടക്കാമുള്ളൂ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന എല്ലാ പൊസിഷൻസും മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരാം. അപ്പോ നമ്മൾ പലതും പൊട്ടിപ്പൊളിച്ച് രണ്ടാമത് ഫിക്സ് ചെയ്ത് അവിടെ ആവശ്യമില്ലാത്ത കുറെ സ്വിച്ചുകൾ കാണാം. ഇന്റീരിയർ ഡിസൈൻ വന്നു കഴിയുമ്പോൾ ഇപ്പൊ ജനറലി നമ്മൾ വീടുകളിലൊക്കെ വാക്യൂം ക്ലീനർ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ആ ഫ്ലോർ ലെവലിൽ ഒരു സോക്കറ്റും സ്വിച്ചും നമുക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇത് ഭാവിയിലല്ല നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇപ്പോഴേ അത് ആലോചിച്ച് കൊടുക്കണം. ഇപ്പോ
ഇലക്ട്രിക് കാറുകളുടെ ഒരു യുഗമാണ്. പുറത്ത് നമുക്ക് ചാർജിങ് സ്പോട്ട് കൊടുക്കണം, മതിലുണ്ട്, മതിലിന്റെ ലൈറ്റ് കൊടുക്കണം. ഇതെല്ലാം ഇലക്ട്രിക്കലിന്റെ ഭാഗമായിട്ട് ഇത് ചിലപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് ക്ലബ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഓട്ടോമാറ്റിക് ഗേറ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ള പ്രൊവിഷൻസും ആദ്യം നമ്മൾ ആലോചിക്കണം. ഈ ആലോചന ഞാൻ പറയുന്ന ഒരു ജനറൽ പദം പ്ലാനിങ്. ഓക്കെ, ഈ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വാർക്കൽ സമയത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല? ബിക്കോസ് അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഇട്ടുണ്ടല്ലോ, അത് വാർക്കൽ സമയത്തെ കാണണ്ടല്ലോ. വെരി ഗുഡ് പോയിന്റ്. ഇത് വെച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ലൈറ്റിങ്ങിന്റെ ലേഔട്ടാണ്. ജനറൽ ലേഔട്ട് അതായത് വാർക്കയ്ക്ക് മുന്നേ തീരുമാനമാക്കുന്നത് ജനറൽ ലൈറ്റിംഗ് ആൻഡ് പവർ ലേഔട്ട്സ് മാത്രമാണ്. അതിൽ നമ്മൾ ആകെ നോക്കുന്നത് ഫാനിന്റെ പൊസിഷൻ, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഒത്തിരി കോൺക്രീറ്റിന്റെ ഉള്ളിൽ കൂടെ ഇടുന്നതും അത്രയും അഭികാമ്യമല്ല. കാരണം തിക്നെസ് അതനുസരിച്ച് കോൺക്രീറ്റ് ഇപ്പൊ 4-5 ഇഞ്ച് തിക്നെസ് ആണ് നമ്മൾ സ്ലാബ് ചെയ്യാറ്. അതിലിങ്ങനെ 1 ഇഞ്ചിന്റെ ഇലക്ട്രിക്കലിനും സീലിംഗ് ലൈറ്റിനും ഒക്കെ വെന്റ് വെച്ച് കഴിഞ്ഞാൽ അത് കോൺക്രീറ്റിന്റെ തിക്നെസ് കുറയും. അപ്പൊ ജനറലി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് നാളെ ഫോൾ സീലിംഗ് വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഓക്കെ, ഫാനിന്റെ ഹുക്ക് പോയിന്റ്സ് വേണമെങ്കിൽ നമ്മൾ ഇട്ട് വെച്ചേക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ പിന്നീടാണെങ്കിലും ടേക്കപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ആലോചിക്കും. ഇപ്പൊ ഇവിടെ നമുക്കൊന്നൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരു ഇൻസിഡൻസ് ഉണ്ടായി. ഇപ്പൊ ഉമ്മയ്ക്ക് ചില സമയത്ത് രാത്രി എണീക്കുമ്പോൾ വൈഫിന്റെ സപ്പോർട്ട് വേണ്ട, കുറച്ച് പ്രഷറിന്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു ബെല്ല് മേടിച്ചു. ബെല്ല് വാങ്ങിച്ചിട്ട് ഇവിടെ നമ്മ ബെല്ലടിക്കുമ്പോൾ അവിടെ ആളിങ്ങനെ അടുത്ത് വരും. അതാണ് ഇപ്പോൾ സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനല്ലേ, നമ്മൾക്കിപ്പോൾ എന്തായാലും ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നുള്ളല്ലോ, നമുക്ക് ഉമ്മാടെ റൂമിൽ ഒരു ബെല്ല് വെക്കാം. ബെല്ല് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അതിപ്പോൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ പറയും വൈഫൈ ബില്ല് കിട്ടും. ഓക്കെ, എന്നിരുന്നാൽ പോലും നമുക്കൊരു ബില്ല് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോൾ കണക്ട് ചെയ്യാലോ. ഇങ്ങോട്ട് വാ, എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയാൻ പറ്റുമല്ലോ. അല്ലേ? അപ്പൊ അതെന്തായാലും അപ്പൊ ആ ഇന്റീരിയർ ഡിസൈൻ നടക്കുമ്പോഴായിരിക്കും ഉമ്മയുടെ ബെഡ് എവിടെ, അതിലെ തലോണ എവിടെയാ വെക്കുന്നത്, ഉമ്മയുടെ കൈ നീട്ടി ഈ ബെല്ലടിക്കാൻ പറ്റുമോ, അപ്പൊ അങ്ങനെയെങ്കിൽ സ്വിച്ചിന്റെ പൊസിഷൻ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് ഇന്റീരിയർ ഡിസൈനർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളാണെങ്കിലും ആലോചിക്കുന്നത്. അത് ഡ്രോയിങ്ങിന്റെ ബേസിസിലല്ല, ചിലപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിന്റെ ഈ വീഡിയോയുടെ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇന്റീരിയർ ഡിസൈനറിനെ വെക്കണം എന്നുള്ളതല്ല. ഞാൻ പറയുന്ന പോയിന്റ് ആ ആലോചന. ഓക്കെ, ഇന്റീരിയർ ഡിസൈനിനെ കുറിച്ചുള്ള ആലോചന തേക്കുന്നതിന്റെ മുന്നേ ചെയ്ത് ആ ആലോചനയുടെ ഭാഗമായിട്ട് ബിൽഡിംഗ് ഓട്ടോമേഷനിലും ഇലക്ട്രിക്കലിലും മാറ്റങ്ങൾ വരുത്തി എന്നിട്ട് ഡിസൈനേഴ്സും ഡിസ്റ്റർബ്ഡ് ആവും. അവർ വന്നൊരു പ്രോജക്ട്, ഫോർ എക്സാമ്പിൾ ഒരു ഡിസൈനർ പെർസ്പെക്റ്റീവിൽ അവൻ ആ സാധനം ഭംഗിക്ക് ചെയ്ത് ചിലപ്പോൾ ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ഇവിടെ എന്താണ് ഒരു സ്വിച്ച്, ഇതാരാണ് ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുള്ളൂ. ഈ ലോജിക്ക് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ എന്തായാലും സന്തോഷം, അവോയ്ഡ് ചെയ്യുക. അപ്പൊ എന്തായാലും സന്തോഷം. നമ്മളെ വീടെന്ന സ്വപ്നം ഗംഭീരമായിട്ട് മുന്നോട്ട് വന്നു. കഴിഞ്ഞ 2 ആഴ്ച ഞങ്ങൾ വീഡിയോ ഇട്ടില്ല, വേറെ ഒന്നുമില്ല, ഞങ്ങൾ വേറെ 2-3 ഷൂട്ടിലായിരുന്നു. പിന്നെ മൂപ്പര് ഇൻസ്റ്റാഗ്രാമിൽ വിളയാടിയാണല്ലോ. അപ്പൊ എല്ലാവിധ ആശംസകളും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ. വീണ്ടും കാണാം. താങ്ക് യു.